Hello everyone, it's me Shana. Welcome to my YouTube channel Science Home Tutor Learn Easy. സോ നമുക്ക് കമ്പഷൻ ആൻഡ് ഫ്ലെയിം ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. പാർട്ട് 1 കാണാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. ടൈപ്സ് ഓഫ് കമ്പഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വിത്ത് നോട്ട്സ് ഉണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ മിസ്സാവാതെ കിട്ടത്തുള്ളൂ. ഇതുവരെ ഇട്ടിട്ടുള്ള ക്ലാസ്സസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാത്തിനും പാർട്ട് 1 നിങ്ങൾ കയറും കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫ്ലെയിം. നമ്മൾ കമ്പഷൻ നടക്കുമ്പോൾ മിക്ക കേസസിലും നമ്മൾ ഫ്ലെയിം കാണാറുണ്ട് അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞതായിരുന്നു, കമ്പഷൻ നടക്കുമ്പോൾ ചിലതിൽ ലൈറ്റ് ഉണ്ടാവും, ചിലതിൽ ലൈറ്റ് ഉണ്ടാവില്ല. സോ നമുക്ക് ഈ ടേബിളൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഏതിലൊക്കെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഏതിലൊക്കെ ഇല്ല. കാൻഡിൽ, മാഗ്നീഷ്യം, കാംഫർ, കെറോസിൻ സ്റ്റവ്, ചാർക്കോൾ. സോ പറയൂ, കാൻഡിലാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ നമ്മൾ അറിയാം ഫ്ലെയിം ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. മാഗ്നീഷ്യം റിബറിന് നമ്മൾ ബേൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയും ഫ്ലെയിം ഉണ്ട്. കാംഫർ, ഓഫ് കോഴ്സ് കാംഫർ എന്ന് വെച്ചാൽ അറിയാലോ, കർപ്പൂരം നിങ്ങൾ പൂജ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആണ്. സോ അതിൽ നമുക്കറിയാം അതിലും ഫ്ലെയിം ഫോം ചെയ്യുന്നുണ്ട്. കെറോസിൻ സ്റ്റവ്, ഓഫ് കോഴ്സ് അല്ലേ, കെറോസിൻ സ്റ്റവ് ഉണ്ട്. കെറോസിൻ ലാമ്പുകളൊക്കെ ഫ്ലെയിം ഫോം ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് ചാർക്കോൾ? ചാർക്കോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ചാർക്കോൾ ഒരിക്കലും ഫ്ലെയിം ഫോം ചെയ്യത്തില്ല അല്ലേ. സോ എങ്ങനെയാണ് ഈ ഫ്ലെയിം ഫോം ചെയ്യുന്നത്? ഹൗ ഇസ് ദിസ് ഫ്ലെയിം ഫോംഡ്? ലെറ്റ്സ് അനലൈസ് ത്രൂ ആൻ ആക്ടിവിറ്റി. ഒരു കാൻഡിൽ ലൈറ്റ് കത്തിച്ചു വെക്കുക, ഓക്കെ. എന്നിട്ട് ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിട്ട് ഈ കാൻഡിൽ ലൈറ്റിൻ്റെ ഒരു ഡാർക്ക് സോൺ ഉണ്ട്, അതായത് ആ തിരി ഉണ്ടല്ലോ, അതിൻ്റെ ചുറ്റിലും ഒരു ഡാർക്ക് കളർ ഏരിയ നമ്മളൊരു ഫ്ലെയിം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു കാൻഡിൽ ലൈറ്റിൻ്റെ ഫ്ലെയിം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അവിടേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഓക്കെ, ഈ ഗ്ലാസ് ട്യൂബിനെ. എന്നിട്ട് ഈ ഗ്ലാസ് ട്യൂബ് എന്ന് പറയുമ്പം രണ്ടറ്റവും നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ടാവും, ഓക്കെ. അപ്പോൾ ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അതർ എൻഡ്, അപ്പുറത്തെ എൻഡിൽ വന്നിട്ട് നമ്മളൊരു ഇതുപോലെ മാച്ച് സ്റ്റിക്ക് ബേൺ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് അവിടെ ഫയർ ക്യാച്ച് ചെയ്യും, ഓക്കെ. ആ ഗ്ലാസ് ട്യൂബിൻ്റെ മറ്റേ എൻഡിൽ ഫയർ ക്യാച്ച് ചെയ്യും. സോ ഹൗ ഇസ് ദിസ്? ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഈ മെഴുകുതിരിയുടെ, അതായത് ആ വാക്സ് ഉണ്ടല്ലോ, ആ വാക്സ് അവിടെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ, മെഴുകുതിരി കത്തിച്ച് അത് മെൽറ്റ് ചെയ്ത് പിന്നെ അവസാനം അതില്ലാതായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ആ മെൽറ്റ് ചെയ്ത് പോയി. സോ ഇവിടെ ഈ കേസിൽ നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചപ്പോൾ, കാൻഡിൽ ലൈറ്റ് കത്തിച്ചപ്പോൾ ആ മെഴുക് അവിടെ, ദാറ്റ് ഈസ് വാക്സ് അവിടെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. ആ മെൽറ്റ് ചെയ്തിട്ട് ആ വിക്ക് എന്ന് പറയുന്നത് ആ തിരി അല്ലേ, ആ തിരി ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ്. സോ ഈ കോട്ടൺ പോലത്തെ മെറ്റീരിയൽസ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ മെഴുകാണെങ്കിൽ എന്താണെങ്കിലും അത് അതിലോട്ട് കയറി വരാൻ പറ്റും, ഓക്കെ. സോ ഈ മെൽറ്റ് ചെയ്ത വാക്സ് മുകളിലോട്ട് കയറി വന്നിട്ട് അവിടെ അത് വേപ്പറായി തുടങ്ങും. ഓഫ് കോഴ്സ് അവിടെ ചൂടാണല്ലോ അല്ലേ, അപ്പോൾ ആ ചൂടത്ത് അത് വേപ്പറായി തുടങ്ങും. ആ ഏരിയയിലാണ് വേപ്പറായി തുടങ്ങുന്ന ആ ഏരിയയിലാണ് നമ്മൾ കൊണ്ട് ഗ്ലാസ് ട്യൂബ് വെച്ചത്. സോ ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലോട്ട് ആ വേപ്പർ കയറി വന്നപ്പോൾ അവിടെ ആ മറ്റേ അറ്റത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ഫ്ലെയിം കാണിച്ചപ്പോഴാണ് അവിടെയും ഫ്ലെയിം പിടിച്ചത്. നമ്മളിപ്പോൾ ഈ പ്രോസസ്സ് ഒന്നും ചെയ്തില്ല, വെറുതെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ മാച്ച് സ്റ്റിക്ക് ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അറ്റത്ത് കൊണ്ട് കാണിച്ചാൽ അത് ഫ്ലെയിം വരത്തില്ലല്ലോ. പക്ഷേ ഈ വേപ്പേഴ്സ് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നപ്പോൾ നമ്മളിത് കാണിച്ചപ്പോൾ ആ ഗ്ലാസ് ട്യൂബും അവിടെ കാൻഡിൽ ലൈറ്റ് പോലെ തന്നെ കത്താൻ തുടങ്ങി അല്ലേ. സോ എന്തുകൊണ്ടാണ് ഇത്? ആ വേപ്പർ അതിൽ കൂടെ വന്നതുകൊണ്ടാണ്. സോ വേപ്പറിന് ഈ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. That means substances which vaporize during burning gives flame. ഫ്ലെയിം ഫോം ചെയ്യുന്ന ഏതൊരു കേസിൽ, ഇപ്പോൾ ഇത് കാൻഡിൽ ലൈറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ LPG ഗ്യാസ് അവിടെ വേപ്പറായിട്ട് പോകുമ്പോഴാണ്, ബേണിങ് നടക്കുമ്പോൾ കേട്ടോ, ബേണിങ് ചെയ്യാനായിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ബേണിങ് തുടങ്ങുമ്പോൾ വേപ്പറായിട്ട് പോകുമ്പോഴാണ് അത് അവിടെ ഫ്ലെയിം ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് വേപ്പറിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഫ്ലെയിം ഫോം ചെയ്യുന്നത്. വേപ്പറൈസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഫ്ലെയിമും ഫോം ചെയ്യില്ല.
അപ്പോൾ ചാർക്കോളിൻ്റെ കേസ് മനസ്സിലായല്ലോ. എന്തായിരിക്കും അപ്പോൾ ചാർക്കോളിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അവിടെ ഓഫ് കോഴ്സ് അവിടെ ബേണിങ് അല്ലെങ്കിൽ കമ്പഷൻ അവിടെ നടന്നിരുന്നു, പക്ഷെ എന്താണ്, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്തില്ല. കാരണം ചാർക്കോൾ അവിടെ വേപ്പറൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ ഫ്ലെയിം ഫോം ചെയ്തില്ല. ഈ കേസസിൽ ഇപ്പോൾ ഒരു വുഡ് കത്തിക്കുകയാണെങ്കിലും കെറോസിൻ ലാമ്പ് ആണെങ്കിലും അപ്പോൾ അവിടെ കെറോസിൻ, ഈ വാക്സ് ആണെങ്കിൽ ഈ കാൻഡിൽ ലൈറ്റിൻ്റെ കേസാണെങ്കിൽ വാക്സ്, ഇതെല്ലാം അവിടെ മെൽറ്റ് ചെയ്തിട്ട് വേപ്പറായിട്ട് പോകുന്നുണ്ട്. ആ വേപ്പർ ആവുന്നത് കൊണ്ടാണ് അവിടെ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്തത്. ക്ലിയർ? അതുപോലെ തന്നെ മെഗ്നീഷ്യൻ റിബൺ, ക്യാംഫർ എല്ലാത്തിനും നമ്മൾ ഫ്ലെയിം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോ ഇതിലൊക്കെ തന്നെ എന്താണ്, ഈ കമ്പസ്റ്റിബിൾ മെറ്റീരിയലായ ഈ ഫ്യോൽ എന്ന് പറയുന്നത്, കമ്പസ്റ്റിബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ? മെഗ്നീഷ്യം, ക്യാംഫർ, കാൻഡിൽ അല്ലേ. ഇതൊക്കെ ഇവിടെ വേപ്പറായിട്ട് പോകുന്നുണ്ട്. ബേണിംഗ് നടക്കുമ്പോൾ വേപ്പർ ആവുന്നതുകൊണ്ട് ഫ്ലെയിം ഫോം ചെയ്തു. ചാർക്കോൾ വേപ്പർ ആവുന്നില്ല, സോ ഫ്ലെയിം ഇസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. സോ സബ്സ്റ്റൻസ് വിച്ച് വേപ്പറൈസ് ഓൺ ബേണിംഗ് ഗീവ്സ് ഫ്ലെയിം. Substance which does not vaporize does not produce a flame. Clear? Now let's see the structure of a flame. നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഫ്ലെയിം. കാൻഡിൽ ലൈറ്റ് തന്നെ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാം. സോ 3 സോണുകളായിട്ടാണ് ഫ്ലെയിമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദർ ആർ 3 ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഫ്ലെയിം. ദാറ്റ് ഈസ് ഡാർക്ക് സോൺ, ഈ താഴെ വരുന്നതാണ് ഡാർക്ക് സോൺ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഡാർക്ക് സോൺ. അതിന് തൊട്ട് മേലത്തെ ല്യൂമിനസ് സോൺ. ഓക്കെ, ആൻഡ് ഈ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളത് പുറത്ത്, അത് നമുക്ക് അത്രയായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും പുറത്തുള്ള അതിനെയാണ് നോൺ ല്യൂമിനസ് സോൺ എന്ന് പറയുന്നത്. സോ ഡാർക്ക് സോൺ, ല്യൂമിനസ് സോൺ ആൻഡ് നോൺ ല്യൂമിനസ് സോൺ. ഡാർക്ക് സോൺ നമുക്കറിയാം ഈ വിക്കിന് ചുറ്റിലുമുള്ള ഈ ഡാർക്ക് കളറിൽ, ദാറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ അല്ലേ. ല്യൂമിനസ് സോൺ ആണെങ്കിലോ യെല്ലോ കളറാണ്, ഓഫ് കോഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ പുറത്ത് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്, നമുക്ക് അത്ര വിസിബിൾ അല്ല, എന്നാലും അതിന് ലൈറ്റ് ബ്ലൂ കളറാണ്. എന്തിന്? നോൺ ല്യൂമിനസ് സോണിന്. ഈ ഡാർക്ക് സോൺ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൂൾ സോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഡാർക്ക് സോൺ എന്നുള്ളത് അവിടെ ഹോട്ട് വളരെ ലീസ്റ്റ് ഹോട്ടാണ്. ഓക്കെ, അവിടെ തീരെ ചൂട് കുറവുള്ള ഒരു ഏരിയയാണ് ആ ഡാർക്ക് സോൺ എന്ന് പറയുന്നത്. കാരണം അവിടെ ബേണിംഗ് നടക്കുന്നില്ല. മീൻസ് ദർ ഇസ് നോ എയർ പ്രസൻറ്റ്. ബേണിംഗ് നടക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? എയർ വേണമല്ലേ. സോ ഈ സോണിൽ നമുക്ക് എയർ ലഭ്യമല്ല. ദർ ഇസ് നോ എയർ പ്രസൻറ്റ് ഹിയർ, സോ നോ കമ്പഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ, ബട്ട് ഇത് ലീസ്റ്റ് ഹോട്ടാണെന്ന് പറഞ്ഞു. സോ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ വാക്സിൻ്റെ വേപ്പേഴ്സ് കുറച്ച് അതിൻ്റെ ചുറ്റിലും ഉണ്ട്. ഓക്കെ, അൺബേൺഡ് വേപ്പേഴ്സാണ്, ബേൺ ആയിട്ടില്ല. അൺബേൺഡ് വേപ്പേഴ്സ് ഓഫ് വാക്സ് കളക്ട് അറൗണ്ട് ദി വിക്ക്. സോ ഇതാണ് ഇന്നർ മോസ്റ്റ് ലെയർ ആണിത്. ഓക്കെ, ഇന്നർ മോസ്റ്റ് സോൺ, ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് സോൺ, ലീസ്റ്റ് ഹോട്ട് സോൺ അല്ലേ. നോ എയർ ഇസ് പ്രസൻറ്റ്, സോ നോ കമ്പഷൻ ടേക്സ് പ്ലേസ്, അൺബേൺഡ് വേപ്പേഴ്സ് ആർ ഫൗണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഡാർക്ക് സോണിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് സോൺ ഇസ് ലൂമിനസ് സോൺ. ഓക്കെ, ലൂമിനസ് സോണാണ് നമുക്കറിയാം, ഇത് മിഡിൽ സോണാണ് അല്ലേ. താഴത്തെ ഇന്നർ മോസ്റ്റ് ആയിരുന്നു, ഇനി അടുത്ത് നമ്മൾ മിഡിലോട്ട് വന്നു, മിഡിൽ സോൺ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് പറഞ്ഞ പോലെ താഴെ എന്തായിരുന്നു? ലീസ്റ്റ് ഹോട്ടായിരുന്നു. ഇവിടെ കുറച്ചും കൂടെ ചൂട് കൂടുതലാണ്, മോഡറേറ്റ്ലി ഹോട്ട് എന്ന് പറയാം. ഓക്കെ, മിഡിൽ സോൺ ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാം മിഡിലായിട്ട് തന്നെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മോഡറേറ്റ്ലി, അതായത് മിഡിലാണ് ഒരു ഹോട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ എന്ന് പറയുന്നത് അവിടെ ലിമിറ്റഡ് ആണ്, നല്ലോണം കിട്ടുന്നില്ല, ഒരു പകുതിക്ക്. ഓക്കെ, സോ ലിമിറ്റഡ് ഓക്സിജൻ സപ്ലൈ. അപ്പോൾ എന്തായിരിക്കും? ബേണിംഗ് നടക്കുമോ ഫുള്ളായിട്ട്? ഇല്ല അല്ലേ. സോ പാർഷ്യലി ബേണിംഗ് ആണ് അവിടെ നടക്കുള്ളൂ. സോ ഇറ്റ് ഈസ് ദ സോൺ ഓഫ് പാർഷ്യൽ കമ്പഷൻ നമുക്ക് പറയാം. കമ്പഷൻ ഫുള്ളായിട്ട് നടക്കില്ല, കമ്പഷൻ പകുതിയേ നടക്കുള്ളൂ, പാർഷ്യലി. ഓക്കെ, സോ ഇങ്ങനത്തെ സബ്സ്റ്റൻസ് ഒക്കെ പാർഷ്യലി മാത്രമാണ് ബേൺ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അവിടെ കാർബൺ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഇനി വുഡ് ആണെങ്കിലും കോൾ ആണെങ്കിലും എല്ലാം പാർഷ്യലി ബേൺ ചെയ്ത, കംപ്ലീറ്റ് കമ്പഷൻ അവിടെ നടന്നിട്ടില്ല, പാർഷ്യൽ ബേണിങ്ങേ നടന്നിട്ടുള്ളൂ, പാർഷ്യൽ കമ്പഷനേ നടന്നിട്ടുള്ളൂ എങ്കിൽ അവിടെ കാർബൺ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്യാസസ് എല്ലാം ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ഇത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താണ്? അൺബേൺഡ് ആയിട്ടുള്ള, പാർഷ്യലി ബേൺഡ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ അൺബേൺഡ് ആയിട്ടുള്ള കാർബൺ
ആണ്. നമ്മൾ സ്മോക്ക് വരുമല്ലോ, നമ്മൾ ഈ കാൻഡിൽ ഫ്ലെയിമിൽ നിന്ന് സ്മോക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, പുക വരുന്നത്, അത് മേലോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഇതിന് കാരണം ഈ അൺബേൺഡ് ആയിട്ട് കിടക്കുന്ന കാർബൺ പാർട്ടിക്കിൾസ് കാരണമാണ് ഈ സ്മോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. ഒരു കാൻഡിൽ ഫ്ലെയിം ഇങ്ങനെ ഫ്ലിക്കർ ഒന്നും ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ലൈറ്റൊന്നും വെച്ചിട്ടല്ല, അല്ലാതെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി സ്ട്രെയിറ്റ് ആയി നിൽക്കുമ്പോൾ നമ്മൾ മേലെ ഗ്ലാസ് സ്ലൈഡ് കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിലെന്ത് സംഭവിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും, കരി കാണാൻ പറ്റും അല്ലേ. നമ്മൾ കരി മുമ്പും കണ്ടിട്ടുണ്ടാവാം, ഞാനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് എക്സാമ്പിളായിട്ട് കരി കാണാൻ പറ്റുന്നുണ്ട്, ഈ പിക്ചറിൽ കാണാൻ പറ്റും. കുറച്ച് നേരം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ കരി അതിലോട്ട് പിടിച്ചിട്ട് കാണാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ഈ കരി വന്നത്? ഈ കരി ബിക്കോസ് ഓഫ് ദാറ്റ് കാർബൺ പാർട്ടിക്കിൾ, അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ്, ഈ ല്യൂമിനസ് സോണിൽ ഉണ്ടായിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് ആണ് അവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആ കരി പോലെ അവിടെ പിടിച്ചതിനെ നമ്മൾ സൂട്ട് എന്നാ പറയുക, SOOT. ഓക്കെ, സൂട്ട്. അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ പഠിച്ചൊക്കെ നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഫ്ലെയിം എന്തായിട്ടാണ് അവിടെ മാറുന്നത്? സ്മോക്കായിട്ടും. സ്മോക്ക് പറഞ്ഞാൽ പുക പോലെ വന്നിട്ട് ആ കരി അതിൽ പിടിക്കുന്നതിനെ സൂട്ട് എന്ന് പറയാം. പുക പോലെ വരുന്നത് സ്മോക്ക്, അതറിയാലോ, സ്മോക്ക് ആൻഡ് സൂട്ട്. അപ്പോൾ ഇത് വരുന്നത് എവിടെ നിന്നാണ്? ല്യൂമിനസ് സോണിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ പാർഷ്യൽ കമ്പഷനാണ് നടക്കുന്നത്. ഫ്യൂൽ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ ഫുള്ളി കമ്പസ്റ്റിബിൾ അല്ല, ഓക്സിജൻ സപ്ലൈ കുറവായതുകൊണ്ട് പാർഷ്യൽ കമ്പഷനാണ് നടക്കുന്നത്. പാർഷ്യൽ കമ്പഷൻ നടക്കുമ്പോൾ എന്താണ്, അവിടെ കാർബൺ പാർട്ടിക്കിൾസ്, അൺബേൺഡ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ആണ് ഈ സ്മോക്കും സൂട്ടും ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇന്നർ മോസ്റ്റ് ലെയർ കഴിഞ്ഞു, മിഡിൽ സോൺ നമ്മൾ നോക്കി. ഇനി എന്താണ് ഔട്ടർ സോൺ അല്ലേ, ഔട്ടർ മോസ്റ്റ് സോൺ, അതിനെ നമ്മൾ പറയാം നോൺ ല്യൂമിനസ് സോൺ. സോ ഈ നോൺ ല്യൂമിനസ് സോണിൻ്റെ കളർ എന്ന് പറയുന്നത് സ്ലൈറ്റ് ബ്ലൂ ആണ്. അതത്ര വിസിബിൾ അല്ലെങ്കിലും അതിൻ്റെ കളർ എന്താണ്? സ്ലൈറ്റ് ബ്ലൂ കളറാണ്. ഓക്കെ, ഈ സോണിൽ നമ്മൾ കംപ്ലീറ്റ് കമ്പഷൻ നടക്കും. കാരണം പുറത്തുള്ളതാണ്, എയറുമായിട്ട് നല്ലവണ്ണം കോണ്ടാക്റ്റ് ഉണ്ട് അല്ലേ. ദർ ഇസ് പ്ലെൻറ്റി ഓഫ് എയർ അറൗണ്ട് ഇറ്റ്. അപ്പോൾ അവിടെ എന്താണ്, കംപ്ലീറ്റ് കമ്പഷൻ നടക്കും. അപ്പോൾ അവിടെ ഓഫ് കോഴ്സ് അതൊരു ഹോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദ ഫ്ലെയിം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോപ്പർ വയർ എടുത്തിട്ട് ഇതുപോലെ കാൻഡിൽ ഫ്ലെയിമിലോട്ട് കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തിലോട്ട് കുറച്ച് വന്നിട്ടുണ്ടല്ലേ, ആ ടിപ്പ് വന്നിട്ടുള്ളത് ല്യൂമിനസ് സോണിലേക്കാണ്. ബാക്കി കുറച്ച് ടിപ്പ് അവിടെ നോൺ ല്യൂമിനസ് സോണിലോട്ട്, ദാറ്റ് ഈസ് ഔട്ടർ മോസ്റ്റിലുള്ള നോൺ ല്യൂമിനസ് സോണിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഔട്ടർ മോസ്റ്റുള്ള നോൺ ല്യൂമിനസ് സോണിലുള്ള ഭാഗം റെഡ് ഹോട്ടായിട്ടുണ്ടാവും. ഓക്കെ, നല്ല റെഡ് കളറിൽ ചുട്ട് പഴുത്തിട്ടുണ്ടാകും. ഉള്ളിലത്തേന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ല കുറച്ച് ടൈം കൊണ്ട്. സോ ദിസ് മീൻസ് വാട്ട്, ഒരു ഫ്ലെയിമിൻ്റെ ഔട്ടർ മോസ്റ്റ് സോണിനാണ് നല്ല ഹോട്ടായിട്ടുള്ളത്. ഓക്കെ, മോസ്റ്റ് ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള, ഔട്ടർ മോസ്റ്റ് സോൺ ആയിട്ടുള്ള നോൺ ല്യൂമിനസ് സോണാണ്. ഓക്കെ, അവിടെ മാക്സിമം എയർ കിട്ടും, കംപ്ലീറ്റ് കമ്പഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഗോൾഡ് സ്മിത്ത് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഈ ഗോൾഡും സിൽവറും ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലേ. അവർ ഒരു മെറ്റാലിക് ബ്ലോ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഈ ഫ്ലെയിമിനെ ഊതി കൊടുക്കും. കാരണം എന്താണ്, അതിൻ്റെ ഡയറക്ഷൻ, ആ ഫ്ലെയിമിൻ്റെ ഡയറക്ഷൻ ഈ ഗോൾഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡയറക്ഷൻ ആ ഔട്ടർ മോസ്റ്റിനെ ആ ഗോൾഡിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഊതിയിട്ട്. സോ കാരണം അവിടെ ഏറ്റവും ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് അല്ലേ. സോ ഈ ഗോൾഡിനെയും സിൽവറിനെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിസൈൻസിലും ഒക്കെ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഇതാണ് അതിൻ്റെ റീസൺ. ഇത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ എന്തായാലും നോട്ട്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഫ്ലെയിം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫ്യോൾ. നമ്മൾ എന്താണ് ഫ്യോൾ എന്നും ഡിഫറെൻറ്റ് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് ഫ്യോൾസിനെ കുറിച്ചിട്ട് ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇനിയും റിപ്പീറ്റ് ചെയ്തിട്ട് ടൈം കളയുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് ഫ്യോൾ എഫിഷ്യൻസി എന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ പറയാം. ദാറ്റ് മീൻസ് ഒരു 1 kg ഓഫ് വുഡ്, 1 കിലോ വിറക് നമ്മൾ കത്തിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അത് ഫുള്ള് കത്തിത്തീരുമ്പോൾ മൊത്തത്തിലെടുത്ത ഹീറ്റ്, ഓക്കെ, എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? ഒരു ഫുൾ 1 kg ഫുള്ളായിട്ട് വുഡ് കത്തിത്തീരാനെടുത്ത ഹീറ്റ്, എത്ര കൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് അതിൻ്റെ
കലോറിഫിക് വാല്യൂ കൂടുന്തോറും ഫ്യൂവലിൻ്റെ എഫിഷ്യൻസിയും കൂടും. നല്ല ഫ്യൂവലാണെന്ന് അർത്ഥം. ഓക്കെ, എത്രത്തോളം കലോറിഫിക് വാല്യൂ ഉണ്ടോ എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ അർത്ഥം അതിൻ്റെ. അതായത് കലോറിക് വാല്യൂ കൂടുന്തോറും അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും, അത്രയും ഹീറ്റ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഓൺ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kg ഓഫ് എ ഫ്യൂവൽ. ഓക്കെ, 1 kg ഫ്യൂവല് കത്തിത്തീരുമ്പോൾ എടുക്കുന്ന ഹീറ്റ് എനർജി, എത്ര ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും, അതാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ. ഓക്കെ, more is the calorific value, more will be the fuel efficiency. Clear? കലോറിഫിക് വാല്യൂയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കെ ജി, kJ/kg നമ്മൾ ഡിനോട്ട് ചെയ്യുക അതിനെ. സോ കിലോ ജൂൾ പെർ കെ ജി ആണ് ഇതിൻ്റെ എന്താ പറയുക യൂണിറ്റ്. ഓക്കെ, അപ്പം യൂണിറ്റ് ഒരിക്കലും നമ്മൾ മറക്കരുത്. യൂണിറ്റ്സ് എപ്പോഴും പറയുന്നതാണ്, എല്ലാത്തിനും നമ്മൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും എഴുതണം കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് പോവും. സോ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിൽ കലോറിഫിക് വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് ഫ്യൂവൽസ്, ഒരുപാട് ഫ്യൂവൽസിൻ്റെ കലോറിഫിക് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അനലൈസ് ചെയ്യാം, എന്നിട്ടൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, കൗ ഡങ് കേക്കിനാണ് 6000 to 8000 ഉള്ളൂ കലോറിഫിക് വാല്യൂ. അതായത് അത്രയും 1 kg കത്തിത്തീരുമ്പോൾ നമുക്ക് എത്രയാണ് 6000 കിലോ ജൂൾ പെർ കെ ജി. ഓക്കെ, അപ്പോൾ കിലോ ജൂളാണ് അവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേ സ്ഥാനത്ത് 1 kg ഓഫ് LPG കത്തുമ്പോൾ എത്ര ഹീറ്റ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്, 55,000. ആലോചിച്ച് നോക്കുക, അത്രയും വ്യത്യാസമുണ്ട്. ഓക്കെ, 1 kg LPG നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കമ്പാഷൻ നടക്കുമ്പോൾ അവിടെ ഇത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെയിം കൗ ഡങ് കേക്കിനെ ആലോചിക്കുമ്പോൾ നോക്കൂ, ഇത്രയും കുറവാണ്. അപ്പം ഏറ്റവും ഇതിൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആർക്കാണ്, LPGക്കാണ് അല്ലേ, ബിക്കോസ് അതിൻ്റെ കലോറിഫിക് വാല്യൂ അവിടെ കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും വാല്യൂസും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൂടുതലുള്ളത് ആർക്കാണ്, കുറവുള്ളത് ആർക്കാണ്. അപ്പോൾ കലോറിഫിക് വാല്യൂ കൂടുന്തോറും അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണ്, നല്ല ഫ്യൂവലാണ് അതെന്ന് അർത്ഥം. ഓക്കെ, then our next topic is what are the characteristics of a good fuel. ഒരു നല്ല ഫ്യൂവൽ ആവണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് വേണം? ഓഫ് കോഴ്സ് ഇറ്റ് ഷുഡ് ബി റെഡിലി അവൈലബിൾ അല്ലേ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം ആയിരിക്കണം. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല സാധനം കിട്ടാനായിട്ട്, ഫ്യൂവൽസ് കിട്ടാനായിട്ട് അല്ലേ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ചീപ്പ്, നമ്മുടെ എക്കണോമിക്കലി നമുക്ക് കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്ന സാധനമായിരിക്കണം. ഒരുപാട് പൈസൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആവില്ല, അപ്പോൾ ചീപ്പായിട്ട് കിട്ടണം. ഇറ്റ് ബേൺസ് ഈസിലി ഇൻ എയർ, ഓഫ് കോഴ്സ് എയറിൽ പെട്ടെന്ന് കത്തുന്ന സാധനമായിരിക്കണം. ഇറ്റ് ബേൺസ് അറ്റ് എ മോഡറേറ്റ് റേറ്റ് അല്ലേ, ഒരു മോഡറേറ്റ് റേറ്റിൽ, അതായത് പെട്ടെന്ന് കത്തിത്തീരാൻ പാടില്ല അല്ലേ, പെട്ടെന്ന് കത്തിത്തീർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ അതൊരു മോഡറേറ്റ് റേറ്റിൽ മാത്രമേ അത് കത്താൻ പാടുള്ളൂ. ഇറ്റ് പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഓഫ് കോഴ്സ് അവിടെ എന്താണ് കലോറിഫിക് വാല്യൂ കൂടുതലുള്ളത്. ഇറ്റ് ഷുഡ് ഹാവ് ലാർജ് കലോറിഫിക് വാല്യൂ അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ലീവ് ബിഹൈൻഡ് എനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ഓർ റെസിഡ്യൂസ്. എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇപ്പോൾ ഈ വുഡ് കത്തിക്കാനൊക്കെ ഒരുപാട് ലാസ്റ്റ് ആഷസ് ഉണ്ടാവും, അതുപോലെ കാർബൺ പാർട്ടിക്കിൾസും എല്ലാം ഉണ്ടാവും അല്ലേ. സോ കമ്പഷൻ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ റെസിഡ്യൂസോ അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗുഡ് ഫ്യൂവൽ ആയിരിക്കും. ഇത് പറയുമ്പോൾ ഒരു ഇൻകൺവീനിയൻസ് ആണ് ഈ വുഡ് പോലുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. ഇറ്റ് ഷുഡ് ബി ഈസി ടു സ്റ്റോർ, നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LPG ഒക്കെ ആണെന്ന് വെച്ചാൽ സിലിണ്ടറിനുള്ളിൽ വെച്ച് നല്ല കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ഇറ്റ് ഷുഡ് ബി ഈസി ടു സ്റ്റോർ, അങ്ങനെയാണെങ്കിൽ ഒരു ഗുഡ് ഫ്യൂവലാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ അല്ലേ. ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആകുമ്പോൾ കെറോസിൻ LPG പോലുള്ളതിനൊക്കെ നമ്മൾ പഠിച്ചു ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ്, പെട്ടെന്ന് അതിന് ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫയർ ക്യാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെയാണ് നമുക്ക് ഫ്യൂവലായിട്ട് വേണ്ടതും അല്ലേ. ഒരുപാട് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കൂടുതലുള്ളതാണെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്നൊന്നും അത് കമ്പസ്റ്റിബിൾ ആയിട്ടുള്ള സംഭവങ്ങളല്ല. നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൽ പഠിച്ചതാണ്, പാർട്ട് 1 കാണാത്തവർ കാണുക കേട്ടോ. സോ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് നോക്കുക. സോ ഇറ്റ്സ് വെരി ഈസി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. പിന്നെ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഒരുപോലെ ഒത്തു വന്നൊരു ഫ്യൂവൽ നമുക്കില്ല, ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയാനായിട്ട് നമുക്കില്ല. ഓക്കെ, ദർ ഇസ് പ്രോബബ്ലി നോ ഫ്യൂവൽ ദാറ്റ് കുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ ഐഡിയൽ ഫ്യൂവൽ. ഈ എല്ലാതും ഫുൾഫിൽ ചെയ്തിട്ട് വരില്ല. അങ്ങനെ ഒരു ഫ്യൂവൽ നമുക്ക് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വി ഷുഡ് ലുക്ക് ഫോർ എ ഫ്യൂവൽ വിച്ച് ഫുൾഫിൽ മോസ്റ്റ് ഓഫ് ദീസ് റിക്വയർമെൻറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ യൂസ്.
So that's all about this fuel and fuel efficiency. Next is burning of fuel leads to harmful products. Of course നമുക്കറിയാം ഫ്യൂൾസ് ഇങ്ങനെ കമ്പഷൻ നടക്കുമ്പോൾ ഒരുപാട് ഗ്യാസസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. കാർബൺ പാർട്ടിക്കിൾസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അൺബേൺഡ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ്, അതായത് പാർഷ്യലി ബേണിംഗ് നടക്കുമ്പോൾ നമ്മൾ ലൂമിനസിൻ്റെ കാര്യം പഠിച്ചല്ലോ, ഫ്ലെയിം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ നമ്മൾ പഠിച്ചു എന്തെന്ന്, പാർഷ്യൽ ബേണിംഗ് ആണ് നടക്കുന്നതെങ്കിൽ അൺബേൺഡ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. സോ എന്തായാലും ഈ ഫ്ലെയിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഈ കാർബൺ ഫ്യൂൾസ് ആയിട്ടുള്ള വുഡ്, കോൾ, പെട്രോളിയം, ഇതിലെല്ലാം എന്താണ്, ഇത് ഫ്ലെയിം വരുമ്പോൾ നമുക്ക് അൺബേൺഡ് ആയിട്ട് കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് ഡേഞ്ചറസ് ആണ്. റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് ആസ്മ പോലുള്ള റെസ്പിറേറ്ററി ഡിസീസസ് എല്ലാം വരുത്തും. ഓക്കെ, അതായത് ഇവിടെ പാർഷ്യൽ കമ്പഷൻ പറയുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ്. പാർഷ്യൽ പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ അല്ലേ. അപ്പോൾ അവിടെ അവിടുത്തെ ഫ്യൂൾസ് നമുക്ക് വരുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി പോയ്സണസ് ഗ്യാസ്. ഓക്കെ, കോളൊക്കെ നമ്മളൊരു റൂമിൽ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ, അത് കത്തിച്ചിട്ടൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പോൾ ഈ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ഈ ഫയർ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഉറങ്ങുമല്ലോ, അവരുടെ റൂമിൽ തന്നെ ഉണ്ടാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ നമ്മൾ കോള് അവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ, ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഈ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ക്യാൻ കിൽ പേഴ്സൺ സ്ലീപ്പിംഗ് ഇൻ ദാറ്റ് റൂം. ഓക്കെ, ആൾ വരെ മരിച്ചു പോകാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ബേണിംഗ് നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഫ്യൂൾസിൻ്റെ ബേണിങ്ങിൽ. അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ കാർബൺ ഡയോക്സൈഡ് എന്താണ്, ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ് ദാറ്റ് ഈസ് എർത്തിൻ്റെ ടോട്ടൽ ടെമ്പറേച്ചറിനെ കൂട്ടുക, അതല്ലേ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. സോ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മെയിൻ ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. സോ ഇത്രയും ചൂട് കൂടുന്ന സമയത്ത് എന്താണ്, നമ്മുടെ പോളാർ ഗ്ലേസിയേഴ്സ്, അതായത് ഈ മഞ്ഞ് പോലുള്ള സ്ഥലങ്ങളിലത്തെ അവിടുത്തെ എല്ലാം മെൽറ്റ് ചെയ്ത് പോകും. അങ്ങനെ അത് സീ ലെവലിലോട്ട് ഇറങ്ങി അവിടുത്തെ വെള്ളം സീ ലെവൽ റൈസ് ചെയ്ത് വെള്ളം പൊങ്ങി എന്തായാലും ഫ്ലഡായി മാറി വെള്ളപ്പൊക്കം അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിന് ഉണ്ടാകാം. ആൻഡ് ഇങ്ങനത്തെ പ്ലേസസ് എല്ലാം സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ, അതായത് വെള്ളത്തിനടിയിലായിട്ട് പോകാനും, ദാറ്റ് ഈസ് ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് അല്ലേ. സോ ഗ്ലോബൽ വാർമിംഗ്, ഫ്ലഡ്, ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതിൽ. അതുപോലെ തന്നെ ഈ ഡീസൽ, പെട്രോൾ, അതുപോലെ പെട്രോൾ എൻജിൻസൊക്കെ ഈ നൈട്രജൻ ഓക്സൈഡ്സിനെ പുറത്തോട്ട് വിടുന്നുണ്ട്, സൾഫർ ഡയോക്സൈഡ് വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, മേലോട്ട് പോയിട്ട് വാട്ടർ വേപ്പേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് താഴോട്ട് ആസിഡ് റെയിൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ താജ്മഹലിൻ്റെ ഒക്കെ കേസ് കേട്ടിട്ടില്ല, അവിടുത്തെ മാർബിൾ എല്ലാം ആസിഡ് റെയിൻ കൊണ്ട് ആകെ എക്സ്പ്ലോയിറ്റ് ആയി. നമ്മൾ മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നോൺ മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ അവിടെ ആസിഡാണ് പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതിലിവിടെ ഞാൻ ആസിഡ് റെയിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സോ ഒന്ന് റീകോൾ ചെയ്തതാണ് കേട്ടോ. നൈട്രജൻ, സൾഫർ എന്നുള്ളതൊക്കെ എന്താണ്, നോൺ മെറ്റൽസ് ആണല്ലേ. അതിൻ്റെ ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത ആസിഡാണ് ഉണ്ടാവുക. സോ ദിസ് ആസിഡ് റെയിൻ ഇസ് വെരി ഹാംഫുൾ ഫോർ, ഓഫ് കോഴ്സ് നമുക്കറിയാം, ബിൽഡിംഗ്, സോയിൽ, ക്രോപ്സ്, ഇതിനൊക്കെ ഒരുപാട് ഹാംഫുൾ എഫക്റ്റാണ് ഈ ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നത്. സോ കോൾ ആൻഡ് പെട്രോളിയം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, ഇതിനൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലേ. നമ്മുടെ ഈ ഡീസൽ, പെട്രോളിനൊക്കെ നമുക്ക് CNG, നമ്മൾ പറഞ്ഞ ക്ലീനർ ഫ്യൂലാണ് അല്ലേ. ക്ലീനർ ഫ്യൂൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കോൾ ആൻഡ് പെട്രോളിയം ഒക്കെ ഞാൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കോൾ ആൻഡ് പെട്രോളിയം ഒക്കെ ഞാൻ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക, ഒരുപാട് ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക്, വിത്ത് നോട്ട്സ് ഉണ്ട്. സോ CNG ഈസ് എ ക്ലീനർ ഫ്യൂൾ, അങ്ങനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്ററാണ്, മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് എക്സസൈസ് പ്രോബ്ലംസ് ഒരു 5 മിനിറ്റ്സിലൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലിസ്റ്റ് കണ്ടീഷൻ അണ്ടർ വിച്ച് കമ്പഷൻ ക്യാൻ ടേക്സ് പ്ലേസ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ, ഞാൻ നോട്ട്സിലും തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്നൊന്ന് പറയാം. എന്താണ് പ്രസൻസ് ഓഫ് എയർ, പ്രസൻസ് ഓഫ് എ ഫ്യൂൽ ആൻഡ് ഇഗ്നീഷൻ ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ട ടെമ്പറേച്ചർ അല്ലേ. സോ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എ, ബേണിംഗ് ഓഫ് വുഡ് ആൻഡ് കോൾ കോസസ് ഡാഷ് ഓഫ് എയർ. ഓഫ് കോഴ്സ് പൊല്യൂഷൻ, എയർ പൊല്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ സ്മോക്കും കാര്യങ്ങളെല്ലാം വന്നിട്ട് എയർ പൊല്യൂഷൻ, പോയ്സണസ് ഗ്യാസ് ഉണ്ടാവുന്നു. എല്ലാം കൂടിയിട്ട് നമുക്ക് പൊല്യൂഷൻ എന്ന് ഒറ്റ വാക്കിൽ പറയാം. എ ലിക്വിഡ് ഫ്യൂൽ യൂസ്ഡ് ഇൻ ഹോമസ്. ഹോമിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫ്യൂൽ ആയിട്ടുള്ള LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ.
See, fuel must be heated to its dash before it starts burning. Of course, എന്താണ് ഇഗ്നിഷൻ ടെമ്പറേച്ചറിലോട്ട് എത്തണം എന്നാലേ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ ഫ്യൂൾ മസ്റ്റ് ബി ഹീറ്റഡ് ടു ഇറ്റ്സ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് ബേണിംഗ്. ഫയർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓയിൽ കനോട്ട് ബി കൺട്രോൾഡ് ബൈ ഡാഷ്. ഓഫ് കോഴ്സ് എന്താണ് വാട്ടർ അല്ലേ. കാരണം ഓയിൽ കൊണ്ടുണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ചു വാട്ടറുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വാട്ടർ ഇസ് ഹെവിയർ ദാൻ ഓയിൽ. അപ്പോൾ ഓയിൽ മേലെ വരും, മേലെ വീണ്ടും ഇറ്റ് കീപ്സ് ബേണിങ് അല്ലേ. ബിക്കോസ് വാട്ടർ ഹെവി ആയതുകൊണ്ട് അത് താഴോട്ട് പോകും, ഓയിൽ മേലോട്ട് വരും. അപ്പോൾ അവിടെ വാട്ടർ വർക്ക് ചെയ്യില്ല ആക്ച്വലി. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. തേർഡ് വൺ, explain how the use of CNG in automobiles has reduced pollution in our cities. നമുക്കറിയാം CNG എന്താണ്, എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്, പൊല്യൂഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്. അത് ക്ലീനർ ഫ്യൂലാണ് അല്ലേ. സോ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഇതൊക്കെയാണ് ഇങ്ങനത്തെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഗ്യാസസ് അല്ലേ. നമ്മൾ ബേണിങ് നടക്കുമ്പോഴും കമ്പഷൻ നടക്കുമ്പോഴൊക്കെ ഉള്ളതാണ്. മെയിനായിട്ട് ഈ 4 ഗ്യാസസിൻ്റെ പേര് പഠിച്ചു വെക്കുക കേട്ടോ. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ, അതായത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അല്ലേ. അപ്പം ഇതൊന്നും ഇത് റിലീസ് ചെയ്യുന്നില്ല. ആര് റിലീസ് ചെയ്യും, പക്ഷെ വളരെ കുറവളവിൽ മാത്രം. ഓക്കെ, ഇറ്റ് ഗീവ്സ് ഔട്ട് വെരി ലെസ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്. ഓക്കെ, സോ ഇതെന്താണ് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ തന്നെ ആസിഡ് റെയിൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ CNG അങ്ങനെ. ആൻഡ് ഇറ്റ് ലീവ്സ് ബിഹൈൻഡ് നോ റെസിഡ്യൂ ആഫ്റ്റർ ഇറ്റ്സ് കമ്പഷൻ അല്ലേ. ഇത് കത്തിത്തീരുമ്പോൾ ഒന്നും അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും ഇടുന്നില്ല. അതായത് എന്താണ്, ഇതുപോലത്തെ മാത്രമല്ലാണ്ട് ആഷസ്, ഇപ്പോൾ വുഡൊക്കെ ബേൺ ചെയ്താൽ അങ്ങനത്തെ അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ റെസിഡ്യൂസ് ഒന്നും ഇത് it doesn't leaves behind. Okay, fourth one is compare LPG and wood as fuel. വുഡും LPG നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ് LPG എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്താണ് പൊല്യൂഷൻ കുറവാണ് അല്ല, ഇറ്റ് ഡസൻ കോസ് പൊല്യൂഷൻ എന്ന് പറയാം. അതുപോലെ അതൊരു ലിക്വിഡ് ഫ്യൂലാണ്. അപ്പോൾ വുഡ് എന്താണ്, അവിടെ പൊല്യൂഷൻ ഉണ്ട്, അതൊരു സോളിഡ് ഫ്യൂലാണ്. അതും പിന്നെ കലോറിഫിക് വാല്യൂ നമുക്ക് രണ്ടിൻ്റെ അറിയുന്നതാണ് അല്ലേ. പക്ഷേ അതിൻ്റെ വാല്യൂ മെൻഷൻ ചെയ്താൽ നല്ലത്, പഠിച്ചു വെച്ചാൽ. അതല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കലോറിഫിക് വാല്യൂ ആർക്കാണ് കൂടുതൽ, LPGക്ക് കൂടുതലാണ്, വുഡിന് കുറവാണ്. ഓക്കെ, ആ കാര്യം. പിന്നെ അതിൻ്റെ സ്റ്റോറിങ്, ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ എന്താണ് LPG നമുക്ക് സിമ്പിളാണ്, ഈസിയാണ്. പക്ഷെ വുഡ് എന്ന് പറയുമ്പം അല്ലേ, ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ LPGയെ കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വുഡൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നല്ല സ്പേസും സ്റ്റോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അല്ലേ. അതുപോലെ എന്താണ് LPG സ്മോക്കൊന്നും ഉണ്ടാക്കുന്നില്ല, വുഡ് ആകുമ്പോൾ സ്മോക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, റെസിഡ്യൂ ഉണ്ടാകും അല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഫിഫ്ത്ത് വൺ, ഗീവ് റീസൺസ് ആണ്. വാട്ടർ ഇസ് നോട്ട് യൂസ് ടു കൺട്രോൾ ഫയേഴ്സ് ഇൻവോൾവിങ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. നമുക്കറിയാം വാട്ടർ എന്താണ്, ഒരു ഗുഡ് കണ്ടക്ടറാണ്. നമ്മളിത് പറഞ്ഞത് തന്നെയാണ് ഫസ്റ്റ് പാർട്ടിൽ. അതായത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുള്ള ഫയർ നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം എന്താണ്, അവിടെ വാട്ടർ കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടും. മാത്രമല്ല എന്താണ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അവിടെ ഹാം ആവാൻ, അതായത് അത് കേടുവരാനും ഒക്കെ വാട്ടർ യൂസ് ചെയ്താൽ കൂടുതൽ ചാൻസസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ചൂസ് ചെയ്യുന്നത് അല്ലേ. സോ അതും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. ആൻഡ് B, LPG ഈസ് എ ബെറ്റർ ഡൊമസ്റ്റിക് ഫ്യൂൽ ദാൻ വുഡ്. അത് നമ്മളിപ്പം കമ്പയർ ചെയ്ത കാര്യം തന്നെയാണ്. LPG ഓവർ വുഡിൻ്റെ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തല്ലോ, അത് തന്നെയാണ് അതിൻ്റെ എന്താ പറയുക ബെറ്റർ എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഡിഫറൻസ് എഴുതിയല്ലോ, അപ്പോൾ അത് തന്നെ നിങ്ങൾ വേർഡ്സിലൊന്ന് എഴുതിയാൽ മതി. LPG എന്താണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, അത് എന്താ കലോറിഫിക് വാല്യൂ കൂടുതലാണ്, അതിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഈസിയാണ്, സ്മോക്കൊന്നും വരുത്തുന്നില്ല. അതൊക്കെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതൊന്ന് ജസ്റ്റ് എഴുതുക കേട്ടോ. See, paper by itself catches fire easily, whereas
piece of paper wrapped around an aluminum pipe doesn't? So ഈ ക്വസ്റ്റ്യന് നമ്മൾ തീർച്ചയായിട്ടും എന്ത് പറയണം, ഇഗ്നിഷൻ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് എന്താണ്, ഈ പേപ്പർ അലുമിനിയം പൈപ്പിൽ ചുറ്റിയതും വെറുതെ ഉള്ള പേപ്പറും തമ്മിൽ നോക്കുമ്പോൾ വെറുതെ ഉള്ള സിംഗിൾ പേപ്പറിന് എന്താണ് ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചറാണ് അല്ലേ. അതുകൊണ്ട് അത് പെട്ടെന്ന് ഈസിലി ക്യാച്ചസ് ഫയർ. പക്ഷേ അലുമിനിയം പൈപ്പിൽ നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം, അവിടെ ഹീറ്റ് പേപ്പറിന് കൊടുക്കുന്നുണ്ടെങ്കിലും അലുമിനിയം പൈപ്പിലോട്ട് അത് കണ്ടക്ട് ചെയ്യും. കാരണം നമ്മൾ അവിടെ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, എന്താ പറയുക, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ആ പേപ്പർ കപ്പ് ചൂടാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ. അപ്പം അതിൽ വാട്ടർ ഉണ്ടായപ്പോൾ എന്താണ്, ആ വാട്ടറിലേക്ക് കണ്ടക്ട് ചെയ്തു ഹീറ്റ്. അപ്പോൾ അവിടെ എന്താണ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ അവിടെ കൂടി റീച്ച് ആവുന്നില്ല. മറ്റേ കേസിലാണെന്ന് പെട്ടെന്ന് റീച്ചായി. അതുപോലെ തന്നെയാണ് ഇവിടെ, ഇതുപോലത്തെ അപ്ലിക്കേഷൻസ് വരും കേട്ടോ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ മാറ്റി സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ സെയിം തന്നെയാണ്. അവിടെ എന്താണ്, അവിടെ വാട്ടർ കണ്ടക്ട് ചെയ്തു, ഇവിടെ അലുമിനിയം പൈപ്പിലേക്ക് എന്താ കണ്ടക്ട് ചെയ്തത്, ഹീറ്റ് കേട്ടോ. സോ ഹീറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഇഗ്നിഷൻ ടെമ്പറേച്ചറിലോട്ട് അങ്ങോട്ട് എത്തണില്ല അല്ലേ. സോ അലുമിനിയം പൈപ്പിൽ റാപ്പ് ചെയ്തതിൻ്റെ അവിടെ കണ്ടക്ഷൻ നടക്കുന്നു. സോ ആ പേപ്പറിന് അവിടെ എന്താണ്, ഡസ് നോട്ട് റീച്ച് ഇറ്റ്സ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, മേക്ക് എ ലേബൽഡ് ഡയഗ്രാം ഓഫ് എ കാൻഡിൽ ഫ്ലെയിം. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ വരയ്ക്കാം. ആ സോണുകളുടെ പേര്, അതുപോലെ കളറ്, പിന്നെ എന്താണ്, എവിടെയൊക്കെ ഹോട്ട് ഉള്ളത്, ലീസ്റ്റ് ഹോട്ട്, മോഡറേറ്റ് ഹോട്ട്, പിന്നെ കമ്പഷൻ നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. നെയിം ദ യൂണിറ്റ് ഇൻ വിച്ച് കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഇസ് എക്സ്പ്രസ്ഡ്. കലോറിഫിക് വാല്യൂയുടെ എന്താണ് യൂണിറ്റ്, കിലോ ജൂൾ പെർ kg, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എക്സ്പ്ലെയിൻ ഹൗ കാർബൺ ഡയോക്സൈഡ് ഈസ് ഏബിൾ ടു കൺട്രോൾ ഫയർസ്. ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് നോട്ട്സും തന്നതാണ്. എന്നാലും പറയാം, ഈ കാർബൺ ഡയോക്സൈഡ് എന്താണ്, ഒരു ബ്ലാങ്കറ്റ് പോലെയാണ് എന്താ പറയുക, ഫയറിനെ കവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഓക്സിജനെ കട്ട് ചെയ്യും, ടെമ്പറേച്ചർ കുറയ്ക്കും അല്ലേ. സോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ കമ്പഷൻ ആവശ്യമല്ലേ. സോ ഈ രണ്ട് ഫാക്ടേഴ്സിനെ, അതായത് ഓക്സിജനെയും ടെമ്പറേച്ചറിനെയും അവിടെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, കമ്പഷൻ നടക്കില്ല. അപ്പോൾ നമുക്ക് ഫയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. 9th one, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ബേൺ എ ഹീപ്പ് ഓഫ് ഗ്രീൻ ലീവ്സ് ബട്ട് ഡ്രൈ ലീവ്സ് ക്യാച്ച് ഫയർ ഈസിലി. എക്സ്പ്ലെയിൻ. ഇതെന്താണ്, ഇഗ്നിഷൻ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയേണ്ടത് അല്ലേ. ഡ്രൈ ലീവ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഗ്രീൻ ലീവ്സ് ആകുമ്പോൾ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഏതിലാണ് കുറവ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ടാവുക? ഓഫ് കോഴ്സ് നമ്മുടെ ഡ്രൈ ലീഫിൽ അല്ലേ. അപ്പം അവിടെ എന്താണ്, പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും. മറ്റടുത്ത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് ആ ഹീറ്റ് അതിൽ കണ്ടക്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ആ കാര്യങ്ങളാണ് ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക, നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് സോൺ ഓഫ് എ ഫ്ലെയിം ഡസ് എ ഗോൾഡ് സ്മിത്ത് യൂസ് ഫോർ മെൽറ്റിംഗ് ഗോൾഡ് ആൻഡ് സിൽവർ ആൻഡ് വൈ? ഗോൾഡ് സ്മിത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചതാണ്. അപ്പം ഏത് സോണാണ് യൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് എന്താണ്, ഔട്ടർ സോണായ നോൺ ലൂമിനസ് സോൺ. കാരണം മോസ്റ്റ് ഹോട്ടസ്റ്റ് അവിടെയാണ്, കൂടുതൽ ടെമ്പറേച്ചർ അവിടെയാണ് അല്ലേ. സോ എന്താണ്, പെട്ടെന്ന് ഈ ഗോൾഡ് സിൽവറിനൊക്കെ മെൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതും ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. 11th one, in an experiment 4.5 kg of a fuel was completely burned. The heat produced was measured to be 180,000 kilojoule. Calculate the calorific value of the fuel. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും, അതായത് ഇപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയണത്, ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു വാല്യൂവിന് തന്നിട്ടുണ്ട്. ഇപ്പോൾ 4.5 ഫ്യൂവലിന് വേണ്ട എന്താ പറയുക, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ 1 കിലോഗ്രാമിന് വേണ്ടത് എത്ര? ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഒരു 10 പെന്നിന്, ഓക്കെ, 10 പെന്നിന് ഒരു വില നമുക്കറിയാം. ഓക്കെ, ഒരു വില കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പെന്നിന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതിൽ കാണാം കേട്ടോ. ദാറ്റ് ഈസ് 10 പെന്നിന് 10 രൂപ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പെന്നിന് എത്ര? ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 10 പെന്നിന് 10 രൂപ എന്ന് പറയുമ്പോൾ അത് രണ്ടും അതിൻ്റെ താഴെ തന്നെയാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഒരു പെന്നിന് 10 പെന്നും ഒരു പെന്നും താഴെ എഴുതിയിട്ടോ. അതുപോലെ അതിൻ്റെ റുപ്പീസ് എത്രയെന്ന് നമുക്കറിയണം. ഒന്ന് 10 ആണ്, മറ്റത് എത്ര, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക.
എന്നിട്ട് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെയർ ഉള്ളതിനെ ആദ്യം എഴുതുക. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 10 ഇതല്ലേ പെയർ കിടക്കുന്നത്. അപ്പോൾ അതിനെ ആദ്യം ന്യൂമറേറ്ററിൽ എഴുതുക ബൈ ഈ പെയർ ഇല്ലാത്ത ആളിനെ താഴെയും. എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 10/10 അല്ലേ. അപ്പോൾ 1 rupees. അതാണ് നമ്മുടെ ആൻസർ അല്ലേ ഈ പെന്നിൻ്റെ കേസിൽ. സോ അതേപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 4.5 കിലോഗ്രാമിന് എത്രയാണ് ഹീറ്റ്? 1,80,000 അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 1 കിലോ, അതായത് 4.5 കിലോൻ്റെ താഴെ തന്നെ എഴുതണം കേട്ടോ. 1 കിലോ എന്നുള്ളത് 1 കിലോൻ്റെ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെയേഴ്സിനെ ഒരുമിച്ചിട്ട് എഴുതണം അല്ലേ. അപ്പോൾ 1 × എത്രയാണ്? 1,80,000 അല്ലേ, ഡിവൈഡഡ് ബൈ 4.5 അല്ലേ. ഇങ്ങനെ തന്നെ അല്ലേ വരിക. സോ എത്ര കിട്ടും നമുക്ക്? 40,000 കിലോ ജൂൾ പെർ kg. സോ ഇത് സിമ്പിളാണ്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്നിൻ്റെ കാണാൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇതിനോട് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പെന്നിൻ്റെ കേസ് പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ഒന്നിൻ്റെ കാണാൻ പറയുമ്പോൾ ഈ ഒരു മെത്തേഡ് എടുത്താൽ മതി, സിമ്പിളായിട്ട് കിട്ടും, തെറ്റില്ല നിങ്ങൾക്ക്. സോ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, കിലോ ജൂൾ പെർ kg. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ ഇതിനെക്കുറിച്ചിട്ട്. നെക്സ്റ്റ് വൺ, ക്യാൻ ദ പ്രോസസ് ഓഫ് റെസ്റ്റിംഗ് ബി കോൾഡ് കമ്പഷൻ? ഡിസ്കസ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ് റെസ്റ്റിംഗ് എന്നുള്ളത്? കമ്പഷൻ തന്നെയാണ് അല്ലേ. കമ്പഷൻ എക്സാമ്പിളായിട്ട് വിത്തൗട്ട് ഫ്ലെയിമിനുള്ള എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. പുറത്ത് വയ്ക്കുമ്പോൾ അയൺ ഓക്സൈഡായിട്ട് അത് മാറുന്നുണ്ട്. റെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിൽ എന്താണ്? ഹീറ്റ് അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സ്ലോ കമ്പഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് എന്താണ് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, Abida and Ramesh were doing an experiment in which water was to be heated in a beaker. Abida kept the beaker near the wick in the yellow part. Okay, അപ്പോൾ രമേശ് എവിടെ വെച്ചത്? ഔട്ടർ പാർട്ട് ഓഫ് ഫ്ലെയിം. ഹൂസ് വാട്ടർ വിൽ ഗെറ്റ് ഹീറ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം. അപ്പോൾ പെട്ടെന്ന് ആരുടെ വെള്ളമാണ്, ഏത് ബീക്കറത്തെ വെള്ളമാണ് ഹീറ്റ് ആവുക? തീർച്ചയായിട്ടും രമേശിൻ്റെ ആയിരിക്കും. കാരണം എന്താണ്? ഔട്ടർ പാർട്ടിലാണ് അത് വെച്ചിരിക്കുന്നത് അല്ലേ. ഫ്ലെയിമിൻ്റെ ഔട്ടർ പാർട്ടാണ് ഹോട്ടസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഉള്ളൂ ആൻസർ. അതും ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. കുറച്ചുകൂടി പോയി അല്ലേ. എന്തായാലും നോട്ട്സൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾ എക്സസൈസും പെട്ടെന്നൊക്കെ നോക്കി പോകണം കേട്ടോ. അതിൻ്റെ ഒപ്പം ഞാൻ സെപ്പറേറ്റ് വീഡിയോ എക്സസൈസ് മാത്രം ഇടുമ്പോൾ നിങ്ങൾ ആരും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ഒരു 5-6 മിനിറ്റ്സ് അധികം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് പോകുന്നത്. ലെങ്തി ആവുന്ന വീഡിയോസ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് എല്ലാം നിങ്ങൾ അറിയിക്കണം എന്നെ കമൻസിലൂടെ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ എന്താണ്, അപ്പോൾ നോട്ട്സൊക്കെ നോക്കൂ. See in the next video, in the next class. Till then, it's me, Shana.